നമസ്കാരം. പൂക്കി മുഖ്യമന്ത്രി വന്നപ്പോൾ കേരളത്തിൽ എത്ര പെട്ടെന്നാണ് സംഘപരിവാർ അജണ്ടകളെല്ലാം ഒരു എതിർപ്പുമില്ലാതെ നടപ്പിലാക്കുന്നത് നോക്കണേ. പതിവില്ലാതെ ഇന്നിപ്പോൾ നിയമസഭയിൽ വന്ദേ മാതരം മുഴങ്ങി. ഏതുപോലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാജേന്ദ്ര ആർലേക്കർ, രാജേന്ദ്ര ആർലേക്കർ, കേരള ഗവർണറും തമിഴ്നാട് മുഖ്യമന്ത്രി വന്ദേ മാതരം ഇട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്ത അതേ രാജേന്ദ്ര ആർലേക്കർ 2 ദിവസത്തിന് ശേഷം കേരളത്തിൽ വന്നു സതീശനെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്ന സന്ദർഭത്തിലും അതേ വന്ദേ മാതരം ഇട്ടപ്പോൾ ഒരു എതിർപ്പുമില്ല. ഞാൻ അറിഞ്ഞില്ല, എനിക്കിതിനെക്കുറിച്ചൊരു അറിവുമില്ല, ഞാൻ ഫുൾ ടൈം പൂക്കിയായി നടക്കുകയാണ്. അതുപോലെയാണ് ഇന്നിപ്പോ നേരെ നിയമസഭയിലേക്ക് വരുമ്പോൾ പതിവുകളായി നമ്മൾ കണ്ടിരുന്നു, അല്ലെങ്കിൽ കാലാകാലങ്ങളായി നമ്മൾ കണ്ടിരുന്നത്, ഒരു സർക്കാർ വരുമ്പോൾ അവരുടെ നയപ്രഖ്യാപനം നടത്തുമ്പോൾ ജനഗണമന മുഴങ്ങിയിരുന്നു, ദേശീയഗാനം മുഴങ്ങിയിരുന്നു. പൊടുന്നനെ സംഘപരിവാറുകാർ നിശ്ചയിക്കുകയാണ് അതിനി എന്ത് മതി, ഞങ്ങൾക്ക് സ്വാധീനമുള്ള ഇടങ്ങളിലെല്ലാം വന്ദേ ഭാരതമാക്കിയാൽ മതി. അത് കൽപ്പിച്ച ഉടനെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയി നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി പ്രധാന സേവകന്റെ പാദപൂജ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ആ ഉത്തരവ് പിണറായിയുടെ വീട്ടിലെല്ലാം ഇഡിയെ കേട്ടിയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കണമെന്നുള്ള ലിസ്റ്റ് കൊടുത്ത ഉടനെ ഒരു കുഴപ്പമില്ല, ഞാൻ അങ്ങ് ചെയ്തേക്കാം എന്നുള്ളതിലേക്ക് വന്ന് നിയമസഭയിൽ സംഘപരിവാറിന്റെ താല്പര്യം അങ്ങ് നടപ്പാക്കുകയാണ്. ഇനി ഇതിനെക്കുറിച്ച് പറയാൻ പോകുന്ന കാര്യം കൂടി പറഞ്ഞുതരാം. അതെന്താ നിങ്ങൾ എതിർക്കാത്ത കാര്യം? എല്ലാം ആരുടെ ഉത്തരവാദിത്തമാണ്? ഭരണത്തിലിരിക്കുമ്പോൾ ഇതെല്ലാം എതിർക്കേണ്ട ഉത്തരവാദിത്തമാണ്. എതിർത്താൽ ഉടനടി പറയും എന്താണ് അത്, ന്യൂനപക്ഷ പ്രീണനം. അങ്ങനെ കുറെ വാക്കുകൾ ഇവർക്കുണ്ടല്ലോ. ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ എന്താണ്, ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് എതിർത്തൂടെയായിരുന്നു. അതായത് ഞങ്ങൾക്ക് ഇതിനൊന്നും പറ്റില്ല. ഇനിയിപ്പോൾ ഗവർണറുടെ അവിടെ ഒരു ഭാരതാംബയെ കൊണ്ടുവന്നിട്ടുണ്ട്. സംഘികൾ ഈ അടുത്ത കാലത്ത് സൃഷ്ടിച്ചിറക്കിയ ഒരു ഭാരതാംബ, ഇന്ത്യയുടെ ഭൂപടം പോലും ഇല്ലാത്ത ഭാരതാംബ. എവിടെയെങ്കിലും ഒരിടത്ത് അതിനെതിരെ എതിർപ്പോ, ഇവർ ചെല്ലുന്നിടത്ത് ആ ഭാരതാംബ അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ പോയി എങ്ങനെയാണോ ഗോൾവാൾക്കറിന്റെ ചിത്രത്തിൽ വിളക്ക് കൊളുത്തി തൊഴുതത് അതുപോലെ തൊഴുതു നിൽക്കും. ഇനി RSSന്റെ ഇത്തരം കാര്യങ്ങളെല്ലാം അവിടെ സ്ഥിരമാണ്. അതിനെല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഇടങ്ങൾ കിട്ടാൻ പോവുകയാണ്. എതിർത്ത് ഒരു ശബ്ദവും ഉയരാൻ പോകുന്നില്ല. പിന്നെ മൈക്ക് കിട്ടുമ്പോൾ ഈ മൂരി മനസ്സുകൾക്ക് ഒരു കുളിര് കിട്ടാനായിട്ട് 2 പഞ്ച് ഡയലോഗ് അടിച്ചു കൊടുത്താൽ, ഞങ്ങളുടെ സതീശ പൂക്കി മുഖ്യമന്ത്രി എത്ര ജനാധിപത്യ ബോധമുള്ള വ്യക്തിയാണ്, അദ്ദേഹം ശക്തമായിട്ട് വർഗീയതയെ എതിർക്കുന്നു എന്നൊക്കെ വായ്ത്താരിയിട്ട് നടക്കാമെന്നതിനപ്പുറം എങ്ങനെയാണ് ഓരോ കാര്യത്തിലും സംഘപരിവാർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കേരളത്തിലേക്ക് ഈസി ആയിട്ട് കടത്തിവിടുന്നു എന്നതിന്റെ കാഴ്ചയാണ് നിയമസഭയിൽ ഇതുവരെ കാണാത്ത. ബംഗാളിലെ നിയമസഭാ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി അവർ പ്രയോഗിച്ച വന്ദേ ഭാരത തന്ത്രം അത് രാജ്യത്താകമാനം എവിടങ്ങളിലൊക്കെ അത് നടപ്പാക്കണമെന്ന് അവർ തീരുമാനിച്ചാൽ കേരളത്തിലൊക്കെ അത് പുഷ്പം പോലെ നടപ്പാക്കിയെടുക്കുന്ന ഒരു കാഴ്ചയാണ്. ഇനി ഇതിനെ എന്തുകൊണ്ട് പ്രതിപക്ഷം എതിർത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ മിണ്ടാതിരുന്നു എന്നാണ് പറയാൻ പോകുന്നത്. തൽക്കാലം മൂരികളോടും ഒപ്പം തന്നെ മൗദൂദികളോടും പറയാനുള്ളത്, ഇനി കുറച്ചു കാലത്തേക്ക് ഇടതുപക്ഷത്തിന് സൗകര്യമില്ല. നിങ്ങൾ തന്ന സംഘി ചാപ്പയുണ്ടല്ലോ, അത് മുതുകത്ത് പതിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങളും അങ്ങ് സംഘപരിവാറുകാരാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഇതിനെല്ലാം അങ്ങ് ഏറ്റുവാങ്ങിയാൽ മതി.